ദിവസേന എത്ര അപകടങ്ങളാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നത്. പലരുടെയും ജീവിതങ്ങളെ ഇല്ലാതാക്കി എന്നും ഈ അപകടങ്ങൾ തുടരുന്നു. ഇന്നും സംസ്ഥാനത്ത് അപകട പരമ്പര നമ്മൾ കണ്ടു. അശ്രദ്ധമായ ഡ്രൈവിംഗ്, അമിതവേഗം, അങ്ങനെ പലവിധ കാരണങ്ങൾ അപകടങ്ങളിലേക്ക് നയിക്കുന്നു. തിരുവനന്തപുരത്തെ പോത്തൻകോടാണ് ഇന്നത്തെ ഏറ്റവും ദാരുണമായ അപകടമുണ്ടായത്. ചാത്തമ്പാടത്ത് വെച്ച് ടിപ്പർ ലോറി കയറിയിറങ്ങി ഗൃഹനാഥൻ മരിച്ചു. കഴക്കൂട്ടം ചിറ്റാറ്റുമുക്ക് സ്വദേശി റഹീമിനാണ് ജീവൻ നഷ്ടമായത്. ഗുരുതരമായി പരിക്കേറ്റ റഹീമിന്റെ ഭാര്യയെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ബൈക്കിനെ ഓവർടേക്ക് ചെയ്ത ലോറി തട്ടി റഹീം ലോറിക്കടിയിലേക്ക് വീഴുകയായിരുന്നു. തിരുവനന്തപുരം മണ്ണന്തല മരുതൂരിൽ KSRTC ബസ്സും ലോറിയും കൂട്ടിയിടിച്ച് നിരവധി പേർക്കാണ് പരിക്കേറ്റത്. തിരുവനന്തപുരത്ത് നിന്നും പുറപ്പെട്ട ബസ് എതിരെ വന്ന ലോറിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഇന്ന് പുലർച്ചെയാണ് അപകടമുണ്ടായത്. ഏകദേശം 6:30 കൂടിയായിരുന്നു അപകടം സംഭവിച്ചത്. നിയന്ത്രണം നഷ്ടപ്പെട്ട ലോറി ഈ പാലത്തിൽ വെച്ച് KSRTC ബസ്സിലേക്ക് ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 12 പേരോളം നിലവിൽ ആശുപത്രിയിലാണ്. പരിക്കേറ്റവരെ ഉടൻ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് കാണാൻ സാധിക്കും ലോറിയുടെയും അതുപോലെ തന്നെ ബസ്സിന്റെയും മുൻഭാഗത്ത്, അതായത് ഡ്രൈവർ സീറ്റിനോട് ചേർന്നുള്ള ഭാഗത്തിനാണ് ഏറ്റവും കൂടുതൽ അപകടം സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡ്രൈവർമാർക്ക്, KSRTC ബസ്സിന്റെയും ലോറിയുടെയും ഡ്രൈവർമാർക്ക് നന്നായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്. ഏറ്റവും അധികം പരിക്കേറ്റത് ലോറിയുടെ ഡ്രൈവറിനാണ്. അദ്ദേഹത്തിന്റെ കാലിനാണ് പരിക്കേറ്റത്. ഏകദേശം അരമണിക്കൂറോളം 2 ഡ്രൈവർമാരും വാഹനങ്ങളിലായി കുടുങ്ങിക്കിടന്നു. പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി ഏറെ പണിപ്പെട്ടാണ് അവരെ ഇതിനുള്ളിൽ നിന്നും പുറത്തെടുത്തത്. ഞങ്ങൾ ഇത്തിരി പണിപ്പെട്ടിട്ടാണ് ലോറിയുടെ ഡ്രൈവർ ആദ്യം പുറത്തെടുത്തത്. കൂടുതൽ ഇഞ്ചുറി ലോറി ഡ്രൈവറിനായിരുന്നു. അദ്ദേഹത്തിന് ആദ്യം നമ്മൾ പുറത്തെടുക്കാൻ പറ്റി, അത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ KSRTCയിൽ വലിയ പരിക്കുകളൊന്നുമില്ല. സീറ്റൊക്കെ കട്ട് ചെയ്തിട്ടാണ് പുള്ളിയും പുറത്തെടുത്തിട്ടുള്ളത്. ഉടൻ തന്നെ ഇരുവരെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മറ്റു 12 പേരും ആശുപത്രിയിലുണ്ട്. ഇവരുടെ ആരുടെയും പരിക്ക് ഗുരുതരമല്ല. തിരുവനന്തപുരത്തു നിന്നും വെമ്പായത്തേക്ക് പോകുന്ന MC റോഡിലേക്കുള്ള ഗതാഗതം 2-2.5 മണിക്കൂറോളം പൂർണ്ണമായും തടസ്സപ്പെട്ട നിലയിലായിരുന്നു. ഇത്രയും നേരമുള്ള സമാനമായിട്ടുള്ള ഫയർഫോഴ്സ്, അതുപോലെ പോലീസ്, മറ്റ് എല്ലാ ഹൈവേ പോലീസ് ഉൾപ്പെടെയുള്ളവർ ചേർന്നിട്ട് ഈ റോഡിൻ്റെ ഗതാഗതം പൂർണ്ണമായിട്ടും പഴയ ഗതിയിലാക്കിയിട്ടുണ്ട്. രാവിലെ വലിയ ശബ്ദം കേട്ട് ഉടൻ തന്നെ നാട്ടുകാരെല്ലാം സ്ഥലത്തേക്ക് ഓടിക്കൂടി. വേഗത്തിൽ തന്നെ പോലീസും ഫയർഫോഴ്സ് സംഘവും സ്ഥലത്തെത്തുകയായിരുന്നു. മൂഴിയാറ് ബസ്സാണ് അത്. അവിടുന്ന് ഈ മഴ ആയപ്പോഴത്തേക്ക് നിയന്ത്രണം തെറ്റി വന്ന് കയറിയതാണ്. ഒരു ലോറി നല്ലതാണ് ഒതുക്കിയ അവർ പറഞ്ഞത്. ബസ്സാണ് കൊണ്ട് ചിടിച്ചു, അങ്ങനെയാണ് കൊണ്ട് തിരിഞ്ഞത്. ഈ ബസ് തൊട്ടു പുറകിലുള്ള ഒരു വലിയ മരത്തിൽ ഇടിച്ചു നിൽക്കുകയായിരുന്നു. അത് അവിടെ നിന്നും മാറ്റിയെടുക്കുക എന്നുള്ളത് ഏറെ ശ്രമകരമായ വിഷയമായിരുന്നു. 1.5 മണിക്കൂറിന്റെ കഷ്ടപ്പാടിലൂടെയാണ് ഫയർഫോഴ്സ് സംഘവും പോലീസും ഈ ബസ് ഇവിടെ നിന്ന് നീക്കിയത്. തിരുവനന്തപുരത്തെ വെങ്ങാനൂരിൽ സ്കൂൾ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ബസ് നിയന്ത്രണം വിട്ട് മതിലിലേക്ക് ഇടിച്ചു. മലങ്കര VPS സ്കൂളിന്റെ ബസ്സായിരുന്നു അപകടത്തിന് കാരണം. 4 കുട്ടികൾക്ക് പരിക്കുപറ്റി. വിഴിഞ്ഞത്ത് നിന്ന് വെങ്ങാനൂരിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട വഴിയാണ്. കല്ലുവട്ടാങ്കുഴി പരിസരത്ത് വെച്ചാണ് ഈ വാഹനം, സ്കൂൾ ബസ് അപകടത്തിൽപ്പെടുന്നത്. VPS മലങ്കര ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൂൾ ബസ്സാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. സ്കൂൾ ബസ് 2ാം നമ്പർ ബസ് KL 01V0948 എന്ന ബസ്. അത് കാണുമ്പോൾ നമുക്കറിയാം ബസ് നിയന്ത്രണം വിട്ട് വന്ന ആ മതിലിൽ ഇടിക്കുന്നു. ഇവിടെ ഒരു ഇലക്ട്രിക് പോസ്റ്റ് നിന്നു. ഇതൊരു ബസ് സ്റ്റോപ്പ് കൂടിയാണ്. ഇലക്ട്രിക് പോസ്റ്റ് 2ആയി പിളർന്ന് കിടപ്പുണ്ട്. ആ മതിലിന്റെ ഭാഗമൊക്കെ വണ്ടിയുടെ അകത്ത് ഗ്ലാസ് പൊട്ടി വണ്ടിയുടെ അകത്തേക്ക് വീണിട്ടുണ്ട്. ഇതൊരു ബസ് സ്റ്റോപ്പാണ്. ബസ് സ്റ്റോപ്പ് ഭാഗ്യത്തിന് ഇവിടെ ആ സമയത്തൊന്നും ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു വലിയൊരു അപകടം ഒഴിവായി. മാത്രമല്ല കുട്ടികൾക്കൊക്കെ ചെറിയ ചെറിയ പരിക്കുകളുണ്ട് എന്നാണ് അറിയുന്നത്. അവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ മതിൽ കെട്ടിടത്തിനകത്തുള്ള ഒരു വീട്, അവിടെ ഉണ്ടായിരുന്ന ഒരു അമ്മ ഇപ്പോൾ നമ്മോടൊപ്പം ഉണ്ട്. അമ്മ വന്ന് ഈ ശബ്ദം കേട്ട് വന്ന് നോക്കിയത്? ശബ്ദം കേട്ട് വന്ന് നോക്കിയതാണ്. സൗണ്ട് കേട്ട് വന്ന് നോക്കിയപ്പോൾ പിള്ളേർ ഭയങ്കര വിളിയായിരുന്നു, ഭയങ്കര ബഹളായിരുന്നു പിള്ളേർ. പിന്നെ എല്ലാവരെയും കൂടെ താഴെയുള്ള മരുന്ന് ചോദിച്ച് ചുണ്ടൊക്കെ മുറിഞ്ഞിട്ടുണ്ട്. ചുണ്ട് പറഞ്ഞ കാല് പ്രശ്നമുള്ള പിള്ളേരുണ്ട്. അപ്പൊ തന്നെ അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ആംബുലൻസ് വിളിച്ച് അയച്ചു, ആശുപത്രിയിൽ കൊണ്ടുപോയി. ഇത് പിന്നീട് ഇവിടെ എത്ര വലിയ കുട്ടികളായിരുന്നോ? എങ്ങനെ ഒരു പ്ലസ് കുട്ടികളല്ല, വലിയ കുട്ടികളല്ല, ചെറിയ കുട്ടികൾ, 8ാം ക്ലാസ്സും അങ്ങനെ താഴെയുള്ള പിള്ളേരെ. കുട്ടികളെല്ലാം ഇറങ്ങി വിളിച്ചുകൊണ്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം പിന്നെ നമ്മൾ തന്നെ ഇറങ്ങി എല്ലാവരെയും വെളിയിലിറക്കി വണ്ടികളൊക്കെ ഉടനെ തന്നെ അവിടെ നിന്ന് സ്കൂളിൽ നിന്ന് തന്നെ ഒരു ബസ് വിട്ടായിരുന്നു. സ്കൂൾ ബസ് വിട്ട് അതിൽ തന്നെ കയറ്റി നേരെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് എത്തി. പിന്നീട് വേറെ ആർക്കെങ്കിലും, വേറെ ഡ്രൈവർക്കോ അങ്ങനെ ആർക്കെങ്കിലും? കുട്ടികൾക്ക് ഒരു ചെറിയ നല്ല നെഞ്ചിലൊക്കെ പരിക്കുണ്ട്. ബാക്കിയെല്ലാം ഈ നെറ്റി പൊട്ടിയതും ചുണ്ടു പൊട്ടിയതും അങ്ങനെയൊക്കെയാണ്.
നല്ല പിള്ളേർക്കെല്ലാം നല്ല ശതമുണ്ട്. കുറച്ച് പിള്ളേരെയൊക്കെ വീട്ടിലോട്ട് തിരിച്ചുപോയി. തിരിച്ചു വിട്ടല്ല, അവർ സ്വയമേ അങ്ങ് വീട്ടിലോട്ട് പോയായിരുന്നു. പിന്നെ പൊതുവേ ഈ വണ്ടിക്ക് ഒരു സ്പീഡുണ്ടെന്ന് പറയണുണ്ട്. അത് നാട്ടുകാരെ ഈ പോകുന്ന ആൾക്കാരെ കുറച്ച് രക്ഷകർത്താക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവർ വന്ന് പറയണുണ്ടായിരുന്നു ഡ്രൈവർ സ്വപ്പം സ്പീഡുള്ള ഒരാളാണെന്നൊക്കെ പറയണുണ്ട്. നല്ല സ്പീഡ് ഇല്ലെങ്കിൽ ഇത്രയും വേഗത്തിൽ ഇടിച്ചു കയറില്ലല്ലോ. മറ്റൊരു അപകടം മനുഷ്യന്റെ അഹങ്കാരം കൊണ്ട് സംഭവിച്ചതെന്നേ പറയാൻ കഴിയും. സ്വന്തം ജീവനും അന്യന്റെ ജീവനും വില കൽപ്പിക്കാത്തവരെന്നേ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവരെ വിളിക്കാനാകൂ. തൃശൂർ കുന്നംകുളത്താണ് മദ്യലഹരി അപകടമുണ്ടാക്കിയത്. മദ്യലഹരിയിൽ കേച്ചേരി സ്വദേശി സുരേഷ് ഓടിച്ച കാർ മറ്റൊരു കാറിലേക്ക് ഇടിച്ചു കയറി. ഈ വണ്ടി കയറി വരിക, നേരെ മുമ്പിൽ വേറൊരു ബൈക്കാരൻ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടതാണ്. ഇയാളുടെ വാഹനത്തിൽ നിന്ന് മദ്യക്കുപ്പികളും പാൻ മസാലയും കണ്ടെത്തി. നേരെ നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു സുരേഷ്. കുന്നംകുളം പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തു. ഇടുക്കി കുട്ടിക്കാനം അമലഗിരിയിൽ KSRTC ബസ്സും ടൂറിസ്റ്റ് ബസ്സും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. ഒട്ടേറെ പേർക്ക് പരിക്ക് പറ്റി. എല്ലാവരെയും മുണ്ടക്കയം സ്വകാര്യ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ഇടുക്കിയിൽ മറ്റൊരു അപകടമുണ്ടായത് ചോറ്റുപാറ സ്കൂളിന് സമീപം. ബസ്സും ഓട്ടോറിക്ഷയുമാണ് കൂട്ടിയിടിച്ചത്. വണ്ടിപ്പെരിയാറിൽ നിന്ന് കുമളിയിലേക്ക് സമാന്തര സർവീസ് നടത്തുന്ന ഓട്ടോറിക്ഷയാണ് അപകടത്തിൽപ്പെട്ടത്. ആർക്കും കാര്യമായ പരിക്കേറ്റില്ല. പത്തനംതിട്ടയിലുണ്ടായത് ഗുരുതരമായ അപകടമായിരുന്നു. പന്തളം കൂരമ്പാലയിൽ നിയന്ത്രണം വിട്ട കാർ 2 ബൈക്കുകളിലടക്കം 3 വാഹനങ്ങളിൽ ഇടിച്ചു. 4 പേർക്ക് പരിക്കുപറ്റി. ബൈക്കിൽ സഞ്ചരിച്ച ചെറുപ്പക്കാരൻ ആയിരുന്നു. അവർ പന്തളം ചേരിക്കൽ സ്വദേശികളാണ്. അവർ രണ്ടുപേരെയാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. അവരുടെ സ്ഥിതി ആ സമയത്ത് തന്നെ രണ്ടുപേരും അബോധാവസ്ഥയിലായിരുന്നു. അതീവ ഗുരുതരമാണ് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. നിരന്തരം അപകടമുണ്ടാകുന്ന സ്ഥലമാണ് ഈ അടൂരിനും പന്തളത്തിനും ഇടയ്ക്കുള്ള ഈ പുരമ്പാല ഭാഗം. പുരമ്പാല ഭാഗത്ത് അപകടമുണ്ടാകാത്ത ദിവസങ്ങൾ തന്നെ വിരളമാണ്. ഒരു മഴച്ചാറ്റലോടായി കഴിഞ്ഞ് ഇന്നലെ രാത്രി ചെറിയ മഴയുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ആ മഴ പെയ്തുകൊണ്ടായിരിക്കാം ഇപ്പം ഇത് സംഭവിച്ചതെന്ന് തോന്നുന്നു. ഉറങ്ങിപ്പോയതാകാനും സാധ്യത പറയുന്നുണ്ട്. മലപ്പുറം എടരിക്കോട് ക്ലാരിമൂച്ചിക്കലിൽ ബസ് വീട്ടുമുറ്റത്തേക്കാണ് പാഞ്ഞു കയറിയത്. അതും രാവിലെ 7:30യോടെ. ആർക്കും കാര്യമായി പരിക്കേറ്റില്ല. ഇന്നലെ നായക്കുറുകെ ചാടി ഓട്ടോ മറിഞ്ഞുണ്ടായ അപകടത്തിൽ 11 വയസ്സുള്ള പെൺകുട്ടി മരിച്ചതും തിരുവനന്തപുരത്ത് തന്നെ. കടക്കാവൂരായിരുന്നു ഈ ദാരുണ അപകടം. ഇന്നലെ ഉച്ചതിരിഞ്ഞ് 3:30 കൂടിയാണ് കടക്കാവൂരിൽ എനിക്ക് പിന്നിൽ കാണുന്ന ഈ ജംഗ്ഷനിൽ നമ്മളെയൊക്കെ ഏറെ ദുഃഖിപ്പിച്ച ആ ഒരു അപകടം നടന്നത്. ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് സഖി പഠിക്കുന്ന സ്കൂള്. ആ സ്കൂളിൽ നിന്നും സഖിയെയും അമ്മ പ്രബന്ധിയെയും PTA മീറ്റിംഗ് കഴിഞ്ഞ് പിതാവ് ജോൺ പോൾ തൻ്റെ ഓട്ടോയിൽ കൂട്ടിക്കൊണ്ട് വരുന്ന വഴിയാണ് ഈ റോഡിൽ നിന്നും തെരുവനായ റോഡിന് കുറുകെ ചാടുന്നത്. ഈ ഓട്ടോയ്ക്ക് മുന്നിലേക്കാണ് തെരുവനായ ഓടി കയറിയത്. അപ്പോൾ നിയന്ത്രണം നഷ്ടപ്പെട്ട് ഓട്ടോ തെറിച്ച് ഒരു 2-3 മലക്കം മറിഞ്ഞാണ് താഴേക്ക് വീഴുന്നത്. ഉടൻ തന്നെ നാട്ടുകാരെല്ലാം ഓടിയെത്തുകയും വാരിയെടുത്ത് പൂമ്പാറ്റേനെ ഇവിടെ ഈ കടയ്ക്ക് മുൻപിലേക്കാണ് കിടത്തുന്നത്. അപ്പോൾ തന്നെ കുട്ടിയുടെ അവസ്ഥ അതിദാരുണമായിരുന്നുവെന്ന് കണ്ടുനിന്ന ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. ആ കൊച്ചു തലയിടിച്ച് വന്ന് റോട്ടിൽ വന്ന് അവിടെ വീണ് ബ്ലഡുമായിട്ട് വന്നിട്ട് നമ്മളെ ഈ ഭാഗത്തെടുത്ത് വെച്ച് കിടത്തുമ്പോൾ തന്നെ കൊച്ചിന് തുടിപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോഴേ നല്ല ബ്ലഡ് ശരീരത്തിൽ നിന്ന് ഒലിച്ച്. പിന്നെ ആട്ടോ മറിഞ്ഞ് അവിടെ സൈഡിൽ കമ്പിയിൽ കിടക്കുകയായിരുന്നു. അത് പിന്നെ ആൾക്കാർ നൂറ്റിയെടുത്താണ് അതിനകത്തുള്ള ആൾക്കാരെയൊക്കെ പുറത്തെടുത്ത്. തെരുവനായ ശല്യം ഈ പ്രദേശത്ത് അതിരൂക്ഷമാണ്. ഇനിയും എത്ര പേരുടെ ജീവൻ ഇത്തരത്തിൽ പൊലിയും, അല്ലെങ്കിൽ എത്ര പേർക്ക് ഇത്തരത്തിൽ അപകടം സംഭവിക്കുമെന്ന് ആകുലതയിലാണ് ഇവിടുത്തെ നാട്ടുകാരും. പഞ്ചായത്ത് കമ്മിറ്റിയെ പോലും നിർത്തിവെച്ചിട്ട് പോലും ഈ വിഷയം ചർച്ചയ്ക്കെടുത്ത് ഈ തെരുവ് പട്ടികൾക്കെതിരെ കർശനമായ നടപടി എടുക്കണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റിനോട് ആവശ്യപ്പെടുകയും, പക്ഷേ പഞ്ചായത്ത് പ്രസിഡന്റിന് യാതൊരു ആ സമയത്ത് ബുക്കിൽ എഴുതി വെക്കുന്നതല്ലാതെ പിന്നെ യാതൊരു നടപടിയായിട്ട് പഞ്ചായത്ത് ഭരണസമിതിയെന്ന് യാതൊരു മുന്നൊരുക്കങ്ങളോ ഒന്നുമില്ല. SSPB HSS കടക്കാവൂരിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു ശിഖ. ഈ സ്കൂളിൻ്റെ ഗേറ്റ് കടന്നു വരുമ്പോൾ തന്നെ നമ്മൾ ആദ്യം കാണുന്ന കാഴ്ച ഇവിടെ എല്ലാം നിരന്ന് കിടക്കുന്ന നായ്ക്കളാണ്. സ്കൂൾ ബസ്സിനടിയിലും അതുപോലെ തന്നെ ഇവിടെ കുട്ടികൾ നടക്കുന്നതും നിൽക്കുന്നതുമായിട്ടുള്ള എല്ലാ വഴികളും തെരുവ് നായ്ക്കൾ കയറി കിടക്കുകയാണ് എന്ന് തന്നെ പറയാം. ഏറെ ആശങ്കയോടും ഭയത്തോടും ഒക്കെ കൂടിയാണ് രക്ഷിതാക്കളൊക്കെ കുട്ടികളെ ഈ സ്കൂളിലേക്ക് അയക്കുന്നത്. അതേപോലെ തന്നെ ആശങ്കയിലും ഭയത്തിലുമാണ് ഇവിടുത്തെ അധ്യാപകരും. നമ്മൾ ഇവിടെ പഞ്ചായത്ത് അറിയിച്ചു ഇങ്ങനെ തെരുവ്
തെരുവുനായയുടെ ശല്യത്തിന് സ്കൂളിൽ ബാധിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവർ പറയുന്നത് ഏതോ ഒരു വെബ്സൈറ്റിൽ പോയി അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞു. അത് 1-2 പ്രാവശ്യം നമ്മൾ അപ്ലോഡ് ചെയ്ത് എന്നിട്ടും അതിന് ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല. അത് തെരുവ് നായ്ക്കാണ് ഇപ്പം എന്തെങ്കിലും വന്നിരുന്നെങ്കിൽ ഇപ്പം കേസ് നമ്മളെ പേർക്ക് വരും, നമുക്കൊന്നും ഇല്ലെങ്കിൽ. ഇപ്പം മനുഷ്യന് വന്നപ്പോൾ ഒന്നുമില്ല. എല്ലായിടത്തും അതാണ് തെരുവ് നായ്ക്ക്. പിന്നെ ഭക്ഷണം കൊണ്ടുവച്ച് കൊടുക്കാനൊക്കെ ആൾക്കാരുണ്ട് അതിന്. ആ കാരണം കൊണ്ടൊക്കെയാണ് കൂടുതലും വരുന്നത്. തെരുവ് നായ കാരണമാണ് ഇപ്പം എൻ്റെ മോള് നഷ്ടപ്പെട്ടത്. ഒരു കുരുന്ന് ജീവൻ്റെ വിലയും എല്ലാം ഈ ഒരു തെരുവ് നായ ശല്യമാണ്. എത്ര ജീവനാണ് കേരളത്തിൽ പട്ടിയെ കൊണ്ട് ഇതുപോലുള്ള സംഭവങ്ങൾ. കൊല്ലം അഞ്ചൽ കുരുവിക്കോണത്തെ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന രണ്ടാമത്തെ യുവാവ് മരിച്ചു. കരുവാളൂർ ഉണ്ണിക്കുന്ന് സ്വദേശി സരോഷാണ് മരിച്ചത്. ഇവർ സഞ്ചരിച്ച ബൈക്ക് കാറുമായി നേരിട്ടിടിക്കുകയായിരുന്നു. റോങ് സൈഡും അമിത വേഗവും തന്നെ അപകട കാരണം. ഇന്ന് മാത്രം നടന്ന റിപ്പോർട്ട് ചെയ്യപ്പെട്ട അപകടങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇനി കഴിഞ്ഞ 5 വർഷമായി നമ്മുടെ സംസ്ഥാനത്തുണ്ടായ അപകടങ്ങളും അതിന്റെ വിവരങ്ങളും നോക്കാം. നമ്മുടെ സംസ്ഥാനത്ത് അപകട പരമ്പരയാണ്. വിവിധ ജില്ലകളിലായി വയോജനങ്ങൾ ഉൾപ്പെടെ കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേരുടെ ജീവനുകളാണ് പൊലിയുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ നിരത്തിൽ പൊലിയുന്ന ജീവനുകൾക്ക് കയ്യും കണക്കുമില്ല. കേരള പോലീസിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലെ കണക്ക് നമ്മളെയൊക്കെ വേദനിപ്പിക്കുന്നതാണ്, ഞെട്ടിപ്പിക്കുന്നതാണ്. 2020 മുതൽ 2025 ജൂലൈ വരെയുള്ള കണക്കുകൾ എങ്ങനെയാണ് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. 2020 റോഡ് അപകടങ്ങളുടെ കണക്ക് 27,877 ആണ്. അതേ വർഷം തന്നെയുള്ള മരണം 2,979 ആണ്. ഇനി 2021 അപകടങ്ങളുടെ കണക്ക് നോക്കുകയാണെങ്കിൽ 33,296 ആണ് ആ കണക്ക്. മരണം 3,429 ആണ്. ഇനി 2022 വരികയാണെങ്കിൽ ആ വർഷത്തെ അപകടം 43,910 ആണ്. മരണം 4,317 ആണ്. 2023 വരികയാണെങ്കിൽ ആ വർഷത്തെ അപകട കണക്ക് 48,068 ആണ്. അതേ വർഷം തന്നെ മരണം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് 4,084 ആണ്. 2024 അപകടങ്ങളുടെ കണക്ക് നോക്കുകയാണെങ്കിൽ 48,919 ആണ്. മരണം 3,774 ആണ്. 2025 ജൂലൈ വരെയുള്ള കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ അപകടങ്ങൾ 28,724 ആണ്. അതേ വർഷത്തെ മരണക്കണക്ക് നോക്കുകയാണെങ്കിൽ 2,107 ആണ്. ഇനി നമ്മളെ ഏറെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ, ഈ 5 വർഷത്തിനിടെ നമ്മുടെ സംസ്ഥാനത്തുണ്ടായ അപകടങ്ങളിലെ മരണം ആ കണക്ക് 24,570 ആണ്. നോക്കൂ, നമ്മുടെ നിരത്തുകളിൽ ചീറിപ്പായുന്ന ബൈക്കുകൾ, അതേപോലെ മറ്റു വാഹനങ്ങൾ, മത്സരയോട്ടങ്ങൾ, ഇതിൻ്റെയൊക്കെ പരിണിത ഫലമായിട്ട് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ നഷ്ടമാകുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും പ്രിയപ്പെട്ട ആളുകളുടെ ജീവനുകളാണ്. നമ്മുടെ സംസ്ഥാനത്ത് ഈ അപകട പരമ്പര ഇങ്ങനെ തുടർക്കഥയാകുമ്പോൾ മാറി ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ടത്. സ്കൂൾ വാഹനങ്ങളടക്കം ഇന്ന് അമിത വേഗത്തിൽ തന്നെയാണ് ഓടുന്നത്. അതിൽ കുട്ടികൾ ബലിയാടാകുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ സംസ്ഥാനത്ത് ഇങ്ങനെ അപകടങ്ങളുടെ എണ്ണം പെരുകുന്നൊരു സാഹചര്യത്തിൽ വാഹനങ്ങളുടെ അമിത വേഗത, അതേപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ തന്നെ ശ്രദ്ധിക്കേണ്ട സമയം അതിക്രമിച്ചിരുന്നു. ഈ കണക്കുകൾ ഒരു ഓർമ്മപ്പെടുത്തലാകട്ടെ. റോഡുകൾ നന്നാകുമ്പോൾ വാഹനങ്ങളുടെ വേഗം കൂടുന്നു. അതാണ് അപകട കാരണം എന്ന് പറയേണ്ടി വരുന്നത് ഒരു സമൂഹം എന്ന നിലയിൽ നമ്മുടെ പരാജയമാണ്. റോഡുകൾ നന്നാകുമ്പോൾ കൂടെ നന്നാവേണ്ടത് നമ്മുടെ ഡ്രൈവിംഗ് രീതികളുമാണ്. കൃത്യമായ ട്രാഫിക് നിയമപാലനം, വാഹനങ്ങളുടെ സമയബന്ധിതമായ മെയിൻ്റനൻസ്, ഡ്രൈവർമാർ പുലർത്തേണ്ട ശാരീരിക മാനസികാരോഗ്യം, ഇതൊക്കെ സാധ്യമായാൽ മാത്രമേ അപകടങ്ങളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് വരുത്താൻ നമുക്ക് സാധിക്കൂ. സൂക്ഷ്മതയോടെ, ജാഗ്രതയോടെ നിരത്തിൽ വാഹനങ്ങൾ ഇറക്കുക. നമ്മുടെ ജീവനും അന്യൻ്റെ ജീവനും ഒരുപോലെ പ്രധാനമാണ്.